എൻ്റെ കയ്യിൽ നിന്ന് പച്ചവെള്ളം കിട്ടുമെങ്കിൽ പച്ചവെള്ളം വിത്ത് നാരങ്ങ ജ്യൂസ് പോയി ചാടിപ്പിച്ചിട്ട് വാടി. കുറച്ചുകൂടെ സ്വീറ്റ് ആയി പറയും. തിളപ്പിച്ചിട്ട് വാടി. ഭയങ്കര സ്വീറ്റ് ആവും. ഒന്ന് തിളപ്പിച്ചിട്ട് വാടി. രാവിലെ തന്നെ ഞങ്ങൾ കുടിക്കുന്ന ഒരു ചായ കേട്ടോ ഈ ഒരു ചായ. ഇത് എല്ലാവർക്കും കൂടെ നിർബന്ധമാണ്. അപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ചായ കുടിച്ചിട്ടാണ്. അതിനുശേഷം ഞാൻ ഉണ്ടാക്കിയ ബീട്രൂട്ട് ലിപ് ബാം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് റിസൾട്ട് ഉണ്ട് കേട്ടോ അത് അപ്ലൈ ചെയ്തിട്ട്. അതിനുശേഷം ഞാൻ ഇന്നൊരു ഫസ്റ്റ്ലി ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഓറഞ്ച് പീൽ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓറഞ്ച് പീലിന് വേണ്ടിയിട്ട് തലേദിവസം എല്ലാം ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടായിരുന്നു. എന്നിട്ട് ഇന്ന് ടെറസിന് വെളിക്കൊണ്ട് ഫുള്ളൊന്ന് ഉണക്കുന്നുണ്ട്. അതിനി ഒരു 3-4 ദിവസം ഉണക്കിയാലും കേട്ടോ അത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് അത് ഉണങ്ങണം. അതിനുശേഷം ഞാൻ ഇന്നൊന്ന് ഹെയർ ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പേരക്കയുടെ ഇലയും കറിവേപ്പിലയാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീരിലേക്ക് നമ്മളൊന്ന് എണ്ണ ചൂടാക്കിയിട്ട്, നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള എണ്ണ തന്നെയാണ്, അത് ചൂടാക്കിയിട്ട് ഞാൻ തലയിൽ മൊത്തം നമ്മുടെ സ്കാൽപ്പ് പോർഷനിൽ ഫുള്ള് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മുടിയുടെ പുറമേ അല്ല അപ്ലൈ ചെയ്യേണ്ടത്, നമ്മുടെ സ്കാൽപ്പിലാണ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാവരും പുറമേ എണ്ണ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെയല്ല, സ്കാൽപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പുറമേ നമുക്ക് കാണിക്കാം, ഒരു ഫ്രഷ്നെസ്സൊക്കെ മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാം, ഒരുപാട് തേക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം വിശന്നപ്പോൾ ഒരു പഴം കഴിച്ചു. ആ പഴത്തിൻ്റെ തൊലി പോലും ഞാൻ വെറുതെ വിട്ടില്ല. ഒരു ബനാന ഫേസ് മാസ്ക് ഞാൻ റെഡിയാക്കി. അതിനുശേഷം ഞാൻ ആ മാസ്ക് ഒന്നും ഒരുപാട് നേരം കീപ്പ് ചെയ്തില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫുൾ മസാജ് ചെയ്ത് കൊടുത്തു. ഇതൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ എനിക്ക് കിട്ടിയിട്ടോ. അതായത് ഈ നമ്മുടെ മൂക്കിൻ്റെ അവിടെ കൊണ്ടൊരു തിളക്കം, അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടിയായിരുന്നു ഈ ഒരു ബനാന. ആൻഡ് സ്കിന്നിൽ ഇറിറ്റേഷൻസോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങൾ ഫ്രഷായി ഒന്ന് പുറത്തിറങ്ങി എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോയത്. എൻ്റെ കസിൻസ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരായിട്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം ഞാനും പതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി നാളെ വരാമെന്ന് പറഞ്ഞിട്ട് പോന്നു.